ഞങ്ങൾ ഇവിടെ അമ്പലത്തിലെത്തിയല്ലോ. നീ ഇതെവിടെ? ഓഫ്, ഒന്ന് വേഗം വാ, സമയമായി. ചുമ്മാ കളിക്കാതെ. നീ ഇവിടെ നിൽക്കാന്ന്? എന്താ രമേട്ട? അല്ല, ഒരു മുല്ലപ്പും പന്തലൊന്നും ഇല്ലാതെ ഒരു കല്യാണം എന്ന് പറയുമ്പോ. ഓ, ഏട്ടന്റെ കല്യാണം പണ്ട് ഗംഭീരമായിട്ട് നടത്തിയതല്ലേ രാമേട്ട? അല്ലേ, എന്നാലും കല്യാണമല്ലേ. ഒരു ആർഭാടവും വേണ്ട, താലി ഒന്ന് പുതുക്കി കെട്ടാന്നാ ഏട്ടൻ പറയുന്നേ. അതല്ല, കല്യാണത്തിന് ഗുമ്മൊക്കെ വേണ്ടേ? രാമേട്ടൻ അങ്ങോട്ട് മാറി നിന്ന് ഗും ഗും ഗുമെന്ന് ഒരു 3-4 പ്രാവശ്യം പറ. മാലു, ഒന്ന് നിന്നെ. അതെ, എന്താ സാവിത്രിച്ചി? ജഗദീഷ് എപ്പോ വരും? വന്നോണ്ടിരിക്കുക. കുറച്ചു മുമ്പ് വിളിച്ചു ചോദിച്ചപ്പോ പുനലൂരായെന്ന്. ശരി. കല്യാണ ചടങ്ങുകൾ ആരംഭിക്കുക. മാതാപിതാക്കൾക്ക് ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങിച്ചോളുക. അച്ഛന്റെ അനുഗ്രഹം വാങ്ങി ചേർന്നോട്ട. ഇനി അമ്മയ്ക്ക്. അമ്മേ, ഇനി ജയറാമേട്ടൻ ചെയ്ത പോലെ നന്ദിനിയുടെ അനുഗ്രഹം വാങ്ങിക്കും. രണ്ടുപേരും പുനർവിവാഹം നടത്തുന്നതിനാൽ വധു വരന്റെ വലതുവശത്ത് വന്ന് നിൽക്കുക. ഇനി താലി കെട്ടി ചടങ്ങ്. ജയരാമനും നന്ദിനിയും ശിവപാർവതിമാരെ മനസ്സിൽ ധ്യാനിക്കുക. എന്നിട്ട് താലി കെട്ടുക. ഇനി വധു പുഷ്പഹാരമെടുത്ത് വരന്റെ കഴുത്തിലടിക്കുക. ഇനി അതുപോലെ പുഷ്പമാല ജയറാം വധുവിന്റെ കഴുത്തിൽ ചാർത്തുക. ഇനി കൈമൾ സാർ മക്കളുടെ കൈ പിടിച്ച് ഒരുമിപ്പിക്കുക. ഈ വെറ്റില അച്ഛൻ്റെ കയ്യിലോട്ട് കൊടുക്കുക സഹോദരി. അച്ഛനും അമ്മയ്ക്കും ഈ മകളുടെ മകന്റെയും വിവാഹ മംഗളാശംസകൾ.
ഇനി വധൂവരന്മാർ 3 വട്ടം ക്ഷേത്രത്തിന് വലം വയ്ക്കുക. ചെല്ലു. മീനാക്ഷി, താനിപ്പോ ഹാപ്പി ആയില്ലേ? ഇതിൽ പരം വേറൊരു സന്തോഷം എനിക്കില്ല കാർത്തേട്ടാ. വാ. കമ്മീഷണർ ആണല്ലോ. ഈ കാർത്തേട്ടൻ ഇതെവിടെ പോയി? കാർത്തേട്ടാ, കാർത്തേട്ടാ. എന്താ മീനാക്ഷി? കമ്മീഷണറാ. സർ. എന്താണോ ACP, താൻ വല്ല തിരക്കിലുമാണോ? അല്ല സർ, വല്ല എമർജൻസി മെസ്സേജും? ഒന്നുമില്ലടോ, ഞാനൊരു ഗുഡ് ന്യൂസ് പറയാനാ തന്നെ വിളിച്ചത്. എന്താ സർ? നമ്മുടെ മാമലക്കാവ് പൂപ്പാടി ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിന്റെ ആനിവേഴ്സറി സെലിബ്രേഷൻ അനുബന്ധിച്ചുള്ള ആഘോഷം ഒരു 4 ഡേയ്സ് താമസിക്കാനുള്ള ഫാമിലി പാസിന് തന്നെ ഡിപ്പാർട്ട്മെന്റ് തെരഞ്ഞെടുത്തു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. വൈഫിനെയും കൂട്ടി പോകാടോ. കൃത്യസമയത്ത് ഗവൺമെന്റ് നിങ്ങൾക്കൊരു ഹണിമൂൺ ട്രിപ്പ് തന്നു എന്ന് കരുതിയാൽ മതി. ഇത് താങ്കളുടെ ഗുഡ് സർവീസിനുള്ള ഗിഫ്റ്റാണ് കേട്ടോ. എന്തു പറയുന്നു? സന്തോഷം സർ, ഞങ്ങൾ പോവാം. എങ്കിലും ആ പേര് കൊടുക്കുക. ഓക്കെ ഓക്കെ സർ. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. മീനാക്ഷി, ഗവൺമെന്റ് എക്സ്പെൻസിൽ നമുക്കൊരു ഹണിമൂൺ ട്രിപ്പ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. മാമലക്കാവ് പൂപ്പാടി ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ ആനിവേഴ്സറി ആഘോഷത്തിൽ പങ്കെടുക്കാനും ഒരു 4 ദിവസം അവിടെ താമസിക്കാനും ഡിപ്പാർട്ട്മെന്റിൽ നിന്നും എന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. എനിക്കും നിനക്കും കുഞ്ഞിനും പോവാം. കൊള്ളാലോ. നല്ലതല്ലേ? ഗവൺമെന്റ് ചെലവിൽ നമ്മുടെ ഹണിമൂൺ. അല്ല കാർത്തേട്ടാ, നമുക്ക് ഈ ട്രിപ്പില് അച്ഛനും അമ്മയും കൂടെ ഉൾപ്പെടുത്തിയാലോ? അങ്ങനെയായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അത് ഐഡിയ. അവർക്ക് വേണ്ടി നമുക്ക് റൂം നമ്മുടെ ചെലവിൽ ബുക്ക് ചെയ്യാം. എന്താ പോരെ? മതി. എനിക്ക് സന്തോഷായി. ഞാൻ ഈ വിവരം ഇപ്പൊ തന്നെ അവരെ അറിയിക്കട്ടെ. അതൊന്നും നടക്കില്ല. ജേട്ടൻ വരുമെങ്കിൽ കൊണ്ടുവയ്ക്കോ, പക്ഷെ ഞാൻ എന്തായാലും വരില്ല. എന്താ അമ്മ ഇത്? മീനാക്ഷി, നീ മിണ്ടരുത്. ഇതെല്ലാം നീ ഒപ്പിക്കുന്ന വേലകളാണെന്ന് എനിക്കറിയാം. മക്കളാണെന്ന് കരുതി ക്ഷമിക്കുന്നതാ. പിള്ളേരുടെ അധിക പ്രസംഗം കുറച്ച് കൂടുന്നുണ്ട്. എന്താ? അന്തരീക്ഷം സംഭവബഹുലവും സംഘർഷഭരിതവുമാണെന്ന് തോന്നല്ലോ. എന്താ പ്രശ്നം? എന്താ ആരും ഒന്നും മിണ്ടാത്തത്? എന്താ മോനെ ജയരാമ കാര്യം? കാര്യം ഇവര് പറയുമേ. മുത്തശ്ശി, മാമലക്കാവ് പൂപ്പാട് ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ ഒരു 4 ദിവസം അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ള പാസ് എനിക്ക് ഡിപ്പാർട്ട്മെന്റ് തന്നു. എനിക്കെന്ന് വെച്ചാ എനിക്കും മീനാക്ഷിക്കും കുഞ്ഞിനും. അപ്പൊ അതൊരു ഹണിമൂൺ ട്രിപ്പായിട്ട് ഡിപ്പാർട്ട്മെന്റ് നിനക്ക് തരുന്നതായിരിക്കും. സത്യമാണമ്മേ. എന്നാ ഞങ്ങൾ പോവല്ലേ? ഇവരും കൂടി വരട്ടെ. ആ ഗസ്റ്റ് ഹൗസില് വേറെ മുറി ബുക്ക് ചെയ്യാന്ന് കാർത്തേട്ടൻ പറഞ്ഞു. ആഹാ. അതിന് ദേവമ്മയും വല്യമ്മാവനെയും ഞാൻ ക്ഷണിച്ചതിനാ. ദേവമ്മയുടെ ഈ ബഹളം.
ഇതിനാണോ ഈ ഒച്ചപ്പാട്? ഹ, ഇതല്ലേ ഒരു സന്തോഷം ഏട്ടത്തി. ഇങ്ങനെയൊക്കെ ഉള്ളൊരവസരം ആരെങ്കിലും വെറുതെ കളയൂ ഏട്ടത്തി? പിള്ളേരുടെ ഒരു സന്തോഷമല്ലേ? അവരോട് പോവാൻ നോക്കുന്നേ. ഞാനില്ല സാവിത്രി. ഹും. ഇവിടെ അച്ഛന്റെ അമ്മയുടെ ഒക്കെ കാര്യം ആര് നോക്കും? ഓ പിന്നെ ഓ ആ അതാണോ? അതൊക്കെ ഞങ്ങള് നോക്കിക്കോളാം മോളെ. ആ അത്യാവശ്യം സ്വയം പര്യാപ്തതയൊക്കെ നമുക്കുണ്ട്. ആ കണ്ടോ? ആ അതെ. എന്തായാലും ഞാനില്ല. അങ്ങനെ പറയല്ലേ ദേവമ്മേ. ദേവമ്മയും വല്യമ്മാവനും കൂടി വരണം. ഹണിമൂൺ ആണെന്നൊന്നും തോന്നണ്ട ഏട്ടത്തി. ഒരു തീർത്ഥാടനമാണെന്നും കരുതിയാ മതി അല്ലേ? ഡേ, തീർത്ഥാടനത്തിനും ഭജനത്തിനും ഒക്കെ പോവാൻ ഇവരെന്താ കിളവിയും കിളവനുമാണോ? ആ എല്ലാം ഒടിഞ്ഞ് പല്ലുപോയ കിളവിയും കിളവനും. ആ ഈ അമ്മയുടെ ഒരു കാര്യം. ഓ എന്റെ അമ്മേ, നന്ദിനി ഏടത്തിക്ക് ഇവരുടെ കൂടെ ഏട്ടനൊപ്പം പോണോന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ ഒരു ചമ്മല് അല്ലേ? ആ അതിനെ നമ്മൾ എല്ലാവരും കൂടി നിർബന്ധിച്ചിട്ട് പോകുന്നത് പോലെ ആക്കണം നന്ദിനി ഏട്ടത്തി അല്ലേ? അതിനല്ലേ ഈ അടവ്. ദേ സാവിത്രി, എന്നാലേ ഞങ്ങൾ എല്ലാവരും കൂടി നിർബന്ധിച്ചിരിക്കുന്നു. ആ കൈമളേട്ടാ, ഒന്ന് നിർബന്ധിക്കുന്നേ. ഞാനൊരു സഹസ്രകോടി പ്രാവശ്യം നിർബന്ധിച്ചിരിക്കുന്നു. ആ അതെ. ദേ, ഞാൻ റൂം ബുക്ക് ചെയ്യാൻ പോവാ. നീ അതങ്ങ് ബുക്ക് ചെയ്യണം മോനെ. ഏട്ടത്തി വരും. ഉം. ചെല്ല്. ദേ, ദേ. എന്നോട് മാത്രം എല്ലാവർക്കും അവഗണന. എന്തേലും കുത്തിത്തിരിപ്പുണ്ടാക്കി ഇവരുടെ യാത്ര മുടക്കണം. മൈഥിലി എവിടെ? അവൾ മുറി കാണുമായിരിക്കും, നോക്കാം. നല്ല നിലാവ് അല്ലേ രാജലക്ഷ്മി? അതെ, എന്തെന്നില്ലാത്ത മനസ്സുഖം. ആ കുടുംബത്തിൽ സന്തോഷം വരുമ്പോ അങ്ങനെയാ. ആ ആ നാളെ രാവിലെ പോവേണ്ടതല്ലേ മോളെ? പെട്ടിയൊക്കെ അടുക്കി വെച്ചോ? അതൊക്കെ റെഡിയാക്കി വെച്ച മുത്തശ്ശി. ആ നിങ്ങളുടെ പെട്ടികളോ? ആ എനിക്കും ചേട്ടനും കൂടി ഒരു പെട്ടിയേ ഉള്ളൂ അമ്മ. അത് ഞാൻ രാവിലെ അടുക്കിക്കോളാം. അതിരാവിലെ പോകേണ്ടതാ. അതിനെന്താ, വെളുപ്പിന് 3:30 എഴുന്നേക്കുന്ന നന്ദിനിയോടാ കൈമളേട്ടൻ വെളുപ്പിനെ പോണോന്ന് പറയുന്നത്. ഹോ, നമ്മള് ചിന്തിക്കാത്തതും വിട്ടുപോയതുമായ മറ്റൊരു പ്രശ്നമുണ്ടല്ലോ. എന്ത് പ്രശ്നം? കുഞ്ഞിനെ കൊണ്ടുപോകുമ്പോ കുഞ്ഞിന് പാല് കൊടുക്കാൻ എന്ത് ചെയ്യും? പാല് കൊടുക്കണമെങ്കിൽ അവളെയും കൂടി കൊണ്ടുപോണ്ടേ? അവളെ എങ്ങും കൊണ്ടുപോകാൻ പറ്റത്തില്ല. കൊണ്ടുപോയാ നിങ്ങൾക്ക് ഒരു സ്വസ്ഥതയും കിട്ടില്ല. മാത്രമല്ല, അവള് കൂടെ വന്നാ നമുക്കിട്ട് ഉറപ്പായും എന്തെങ്കിലും വേല വെക്കും.
ആ മൈഥിലി ഇപ്പൊ ഇവർക്ക് കഴിച്ചിട്ട് ഇറക്കാനും പറ്റുന്നില്ല, മധുരിച്ചിട്ട് തുപ്പാനും പറ്റാത്ത അവസ്ഥയാ. നിങ്ങൾ 4 പേരും കൂടി സന്തോഷിക്കാൻ പോകുന്ന യാത്രയായത്. അവളെ കൂടെ കൊണ്ടുപോയാലേ ദുഃഖത്തിലേ കലാശിക്കൂ. കുഞ്ഞിന് പാല് കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അതിന് മറ്റൊരു ഓപ്ഷൻ ഇല്ല. ടിൻപാല് കൊടുക്കാൻ പറ്റില്ലല്ലേ? അത് കൊടുക്കരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? പിന്നെന്ത് ചെയ്യും? ഇതിനൊക്കെ ഒരു പരിഹാരം വേണമല്ലോ. ഇപ്പൊ എന്താ ചെയ്യാ? 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ഈ ട്രിപ്പ് വേണ്ടാന്ന് നോക്കിയ, അല്ലെങ്കിൽ മൈഥിലിയെ കൂടെ കൊണ്ടുപോവുക. ശ്ശേ, ഇതാ. പോകാതിരിക്കുന്നത് ഡിപ്പാർട്ട്മെന്റിനെ കളിയാക്കുന്നതിന് തുല്യമാണ്. പോകണം. ഡോക്ടർ പറഞ്ഞ കാലാവധി തീരുന്നതുവരെ ഇവളെ സഹിച്ചല്ലേ പറ്റൂ. കുഞ്ഞിന് പാല് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അവളെ കൂടി കൊണ്ടുപോ. പക്ഷേ സൂക്ഷിക്കണം. അവളുടെ നേരെ എപ്പോഴും വിജിലന്റ് ആയിരിക്കണം. മൈഥിലി കുഞ്ഞിന്റെ മിൽക്ക് തിന്നാണല്ലോ, അവളെ കൊണ്ടുപോയേ പറ്റൂ. മീനാക്ഷി, എന്നാ അവളോടുകൂടി പറ രാവിലെ പോകാൻ വേണ്ടി തയ്യാറാവാൻ. ശരി. കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം അല്ലേ വല്യമ്മാവ? ആ കൊള്ളാം മോനെ. ദേവി എന്ത് പറയുന്നു? ആ ഞാനെന്ത് പറയാനാ, നല്ലതാ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഐ എം ACP കാർത്തിക്. വെൽക്കം സാർ. സാറിനും മിസ്സിസിനുള്ള ഔദ്യോഗിക റൂം നമ്പർ 5 ആണ്. ഓ, സാറ് പേഴ്സണലായിട്ട് ബുക്ക് ചെയ്ത റൂംസ് നമ്പർ 10ഉം 6ഉം ആണ്. അതിൽ 10 സെക്കൻഡ് ഫ്ലോറിലാണ്. ആ, 3 റൂമുകളിൽ ഒന്ന് സെക്കൻഡ് ഫ്ലോറില്. അത് ഇവക്ക് കൊടുക്കാം, മൈഥിലിക്ക്. അതെങ്ങനെയാ മീനാക്ഷി? കുഞ്ഞിന് ഇടയ്ക്കിടയ്ക്ക് പാല് കൊടുക്കണ്ടേ? പിന്നെ അതിനെ എടുത്തോണ്ട് മുകളിലേക്ക് പോകണം. അതിനെന്താ, അതിനൊരു കുഴപ്പമില്ല. ഇവള് നമ്മുടെ അടുത്ത് കിടത്തണ്ട. രാത്രിയാവുമ്പോ അതൊക്കെ ബുദ്ധിമുട്ടാവും. ഇവള് നമ്മുടെ റൂമിന്റെ അടുത്ത് ആ 6ൽ കിടന്നോട്ടെ. ആ, അപ്പോ നമ്പർ 6 മൈഥിലി,
നമ്പർ 10 ജയറാമൻ ആൻഡ് നന്ദിനി ദേവി. ദാ അമ്മാവ. പോവാം.